Hey guys, what's up? Welcome back to my channel. ഹലോ, അപ്പോൾ ഇന്ന് 24-ാം തീയതി ഇന്ന് ഞങ്ങളിതാ എടുത്തമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള മിഠായിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അനിയത്തിമാരാണ് ഇത് രണ്ടുപേരും. ഒരാൾ കോഴിക്കോട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ നീറ്റ് എക്സാം ഒക്കെ എഴുതിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ ഇറക്കുമതി ചെയ്തതാണ്. മറ്റാൾ +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ നമ്മളെ ഹാമ്പർ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ബ്രദർ പോയിട്ട് ബ്രദറിൻ്റെ ഉഡ്ബിക്ക് കൊടുക്കാനുള്ള മിഠായി ഒക്കെ ഇതാ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പിറ്റേന്ന് രാവിലേക്ക് കാണാം കേട്ടോ. ഹലോ, ഇന്നാണ് ഞങ്ങളുടെ ബ്രദറിൻ്റെ അങ്ങോട്ട് പോണ എൻഗേജ്മെൻറ്റ്, അതായത് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോണ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടി പോവാണ്. ഇതാണ് ബ്രദറ്. അപ്പോൾ ഞങ്ങൾ പോവാട്ടോ. അയ്യോ മഹിയേ, മഹിയേ ഓടിച്ചോറി എത്രയായി? അപ്പോൾ ബ്രദറിനൊക്കെ ടെൻഷൻ അടുപ്പിച്ച് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തിയപ്പോൾ ഇതാ കാരണന്മാരെല്ലാവരും കൂടിയിട്ട് അച്ഛനും അച്ഛനും മാമന്മാരും എല്ലാവരും കൂടിയിട്ട് ഇതാ അച്ചാരം കെട്ടാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ചാരം കെട്ടിക്കഴിഞ്ഞാലാണ് നമ്മുടെ പെണ്ണാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അവർ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും തീരുമാനത്തിലൊക്കെ എത്തി. മാമന്മാർ രണ്ടുപേരും, ഈ റെഡ് ഷർട്ട് ഇട്ട മാമൻ ഞങ്ങളുടെ മാമനാണ്, അതായത് എൻ്റെ അമ്മയുടെ ആങ്ങളെയാണ്. നീല ഷർട്ട് ഇട്ടത് കുട്ടിയുടെ അമ്മയുടെ ആങ്ങളെയാണ് കേട്ടോ. അപ്പോൾ ഇതാ അച്ചാരം കെട്ടുകയാണ് അവർ. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കല്യാണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ആ നീക്കുന്നതാണ് കുട്ടിയുടെ അച്ഛൻ, അതായത് എൻ്റെ എഴുത്തിയമ്മയുടെ അച്ഛൻ. ഓക്കെ, അപ്പോൾ അതാ നീറ്റു അച്ഛനും അനുഗ്രഹമൊക്കെ മേടിച്ചു നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ടാണ്. ഇനി നമ്മൾ ചെക്കനെ വിളിക്കുന്ന എൻട്രിയാണ്. ചെക്കനെ വിളിച്ച് കഴിഞ്ഞിട്ട് പെണ്ണിനെയും കയറ്റുന്ന എൻട്രിയാണ്. അപ്പോൾ ഇതാ അവർ എല്ലാവരും വിളിക്കുന്നുണ്ട് കേട്ടോ. ചെക്കനെ വിളിക്കുകയാണ്. അപ്പോൾ ആദ്യം അവനെ വിളിച്ചു, അവൻ കയറി വന്നു. പിന്നെ ഇതാ പെൺകുട്ടീനെ വിളിച്ചു. അപ്പോൾ എഴുത്തിയമ്മ കയറി വരികയാണ് കേട്ടോ. കയറി വന്നു. എന്നിട്ട് നമ്മൾ ഡ്രസ്സും സാധനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കയറി വന്നു കേട്ടോ. ഞാൻ ധാവണിയായിരുന്നു കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ ഇത് അവർ രണ്ടാളും കയറി വന്നു. ഞാൻ അനിയത്തിമാരൊക്കെ വിളിച്ചിട്ട് ഞങ്ങളും അമ്മ എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. അവർ മോതിരമാറ്റം കഴിഞ്ഞതിന് ശേഷം അമ്മ വളട്ട് കൊടുക്കുന്ന വീഡിയോസ് ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ മോതിരം വളയാണ് കേട്ടോ കൊണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ പെണ്ണിൻ്റെ, അതായത് എഴുത്തിയമ്മയുടെ കയ്യിൽ മോതിരം കൊടുത്തു. പിന്നെ അച്ഛൻ ഏട്ടൻ്റെ കയ്യിൽ മോതിരം കൊടുത്തു. അങ്ങനെ മോതിരം മാറ്റിയിട്ടോ. മോതിരം മാറ്റൽ കഴിഞ്ഞിട്ട് അമ്മ വള്ളം ഇടുന്ന വീഡിയോസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പിന്നെ അതാ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതുണ്ടാവുന്നതാണല്ലോ സ്വാഭാവികമായിട്ട്. ഏത് കയ്യിൽ ആരുടെ കയ്യിൽ ആദ്യം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണല്ലോ. അപ്പോൾ കാർന്നമാർ പറഞ്ഞു കൊടുക്കണം ആദ്യം പെൺകുട്ടി ഇടുക, അല്ല അപ്പോൾ ഒരാൾ പറയും ആദ്യം ആൺകുട്ടി ഇടുക. അപ്പോൾ അവരുടെ തമ്മിൽ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു നീ കൈ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് കൈ കാണിപ്പിച്ചു കൊടുത്തു. കൈയൊക്കെ ഇടുമ്പോൾ നല്ല വിറയൽ വരുന്നുണ്ട് കേട്ടോ ആൾക്ക്. നല്ല ടെൻഷനും ഉണ്ടായിരുന്നു ആൾക്ക്. പക്ഷേ പിന്നീട് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നീട് ഓക്കെ ആയിരുന്നു കേട്ടോ. രണ്ടുപേരും ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ മോതിരമാറ്റമൊക്കെ ചെയ്തു. പിന്നെ ഇതാ ഇനി ഡ്രസ്സൊക്കെ കൊടുക്കണ ചടങ്ങാണ്. പിന്നെ നാത്തൂൻ എന്ന സ്ഥിതിയിൽ ഞാൻ എൻ്റെ കർത്തവ്യങ്ങൾ എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ വീഡിയോഗ്രാഫറുടെ വീഡിയോസ് നോക്കണ്ട കേട്ടോ. കാരണം എന്താണെന്നറിയോ, തലുണ്ടെങ്കിൽ വാലുണ്ടെങ്കിൽ തലല്ല, അങ്ങനെ ആയിട്ടാണ് കേട്ടോ എനിക്ക് വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരാളെ ഏൽപ്പിച്ചതായിരുന്നു കേട്ടോ. പിന്നെ അതാ ഞാൻ വന്നു, നാത്തൂൻ വന്നിട്ട് പിന്നെ അതാ ഞാൻ ഡ്രസ്സുകളൊക്കെ നല്ല ഭംഗിയിൽ കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ കൊടുക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ എൻ്റെ അനിയൻ വിളിക്കുകയാണ്, എടുത്തമ്മ ഒന്നും ഇങ്ങോട്ട് തിരിയോ എന്ന് വെച്ചിട്ട് വിളിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇത് ഞങ്ങളെ ചെറിയ അനിയത്തിക്കുട്ടിയാണ്. അപ്പോൾ അവൾ ഇന്നലെ സെറ്റ് ചെയ്ത ഹാമ്പർ ഉണ്ടല്ലോ, അത് കൊടുക്കുകയാണ് കേട്ടോ. അത് അവളെ കൊണ്ട് കൊടുപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 2 മിഠായിയുടെ സെറ്റ് 2 അനിയത്തിമാർ വേറെ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സ് മാറ്റാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എഴുത്തിയമ്മയ്ക്ക് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചർച്ച ചെയ്യുകയാണ്. ഇനി ഡ്രസ്സ് മാറ്റിയിട്ട് വരില്ലേ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് തീരുമാനമൊക്കെ ആയി. ഞങ്ങളിതാ ഡ്രസ്സ് മാറ്റി വന്ന് പിന്നെ അവനെ വിളിച്ച് അവർ രണ്ടാളും കയറി വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് മുറിക്കുകയാണ് കേട്ടോ. കേക്ക് മുറിക്കുമ്പോൾ എല്ലാവരും കൂടി കൈയൊക്കെ കൊട്ടി കേക്കൊക്കെ മുറിക്കുകയാണ് കേട്ടോ. കേക്ക് മുറിക്കുമ്പോഴൊക്കെ ആൾക്ക് കുറച്ചൊരു ടെൻഷൻ വന്നു കേട്ടോ. എങ്ങനെയാണ് എന്താണെന്നൊന്നും ആൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ, അത് ശരിയായിക്കോളൂല്ലേ.
പിന്നെ അതാ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടോ. അപ്പോൾ ഒരു ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.